സി പറയുന്നത് എങ്ങനെയാണ്, ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമ്മയാവണമെന്നാണ്, ഒരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പനാകണമെന്നാണ്. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ തിരിച്ചായിരിക്കും അല്ലെ, പെൺകുട്ടികളിൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് അപ്പനോടായിരിക്കും, ആൺകുട്ടികൾക്ക് അമ്മയോടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല ആവുന്നത്. പെൺകുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരിക്കണം, ആൺകുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അപ്പനായിരിക്കും. അതൊന്ന് നിങ്ങൾ മനസ്സിലാലോചിക്കണം. വീട്ടിൽ മ്യൂച്വൽ എഗ്രിമെന്റ് വേണം, മ്യൂച്വൽ എഗ്രിമെന്റ് വേണം. അതായത് നമ്മൾ വീട്ടിൽ പറയണം, മക്കളെ കുറച്ചുകൂടെ മുതിർന്ന കഴിയുമ്പോൾ കുട്ടികളോട് പറയണം, പുറത്തു പോകണമെങ്കിൽ പോയിട്ട് പക്ഷെ 8 മണിക്കുള്ളിൽ വീട്ടിലെത്തണം. അത് അപ്പനും ഫോളോ ചെയ്യുന്നു, അമ്മയും ഫോളോ ചെയ്യുന്നു, കുട്ടികളും ഫോളോ ചെയ്യുന്നു. ഇങ്ങനത്തെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ വീട്ടിൽ വെക്കേണ്ടത്. റൂൾസ് വെച്ചിട്ട് എല്ലാവരും 8 മണിക്ക് വരണമെന്ന് അപ്പം പറഞ്ഞിട്ട് അപ്പം 10 മണിക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് റൂൾസ് എഗെയിൻസ്റ്റ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളെ സംശയിക്കരുത് കേട്ടോ. അതായത് കുട്ടി പറയണം, അമ്മ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടി പോയി അരമണിക്കൂർ കഴിയുമ്പോൾ കൂട്ടുകാരന്റെ അമ്മേനെ വിളിച്ചു, അതെ എന്റെ മോൻ അവിടെ എത്തിയിട്ടുണ്ടോ. നമ്മള് കുട്ടികളെ സംശയിക്കരുത് കേട്ടോ. നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവാം, ഓക്കെ, നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഇവര് മുമ്പിൽ വെച്ചത് കാണിക്കരുത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, എടാ നീ ഒന്ന് 4 മണിക്ക് ഉള്ളിൽ വരണോടാ, ഓക്കെ, 4:05 നീ വന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കും കേട്ടോ. എൻ്റെ വൈഫ് ഞങ്ങള് പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫ് വന്നിട്ട് പറയും, ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ. വൈഫ് വന്നിട്ട് പറയണം, ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ എന്ന് പറയും. എങ്ങനെ പറയാം, എങ്ങനെ ഒന്ന് പറയാം, നിങ്ങൾ എന്തുകൊണ്ട് റെഡി ആയിട്ടില്ല, ഞങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞോ എന്ന് പറയാം. പക്ഷെ അദ്ദേഹം വളരെ റെസ്പെക്ടോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്, ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പൊ അതിനർത്ഥം ഞാനാണ് റെഡി ആവാനുള്ളത് എന്നുള്ളതാണ്. ഇതേപോലത്തെ റെസ്പെക്ടോടെ സംസാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാവട്ടെ. യെസ്, ലാസ്റ്റ് പോയിന്റ്, നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്താണ് അപ്പനും അമ്മയ്ക്ക് തീരുമാനം എടുക്കാം, പക്ഷെ കുട്ടികളോട് ഒരു അഭിപ്രായം ചോദിക്കണം. വീട്ടില് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ മകളോട് ഇസബല്ല ഇതേപോലെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ബിഗ് ബോസിൽ പോകും. പോയില്ല കേട്ടോ, അത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് ചോദിക്കണം, എടാ ഇവിടെ ഇങ്ങനെ ഒരു ഗാർഡൻ പണിയുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം, നിനക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ഓക്കെ, മോൾക്ക് ചെടി നടാൻ പറ്റും എന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇവരുടെയും കൂടി ഇൻവോൾവ്മെന്റ്, പ്രത്യേകിച്ചും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ അവർ പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ക്ലാസ് കുറച്ച് സ്പീഡിൽ ഞാൻ എടുത്തു, കാരണം സമയം. ഇന്നിവിടെ വന്ന് നിങ്ങളെല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്.